അഭിലാഷ്, ചോദ്യം എനിക്ക് പൂർണ്ണമായും എനിക്ക് ചോദ്യം കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സംസ്ഥാന ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലും ആഘോഷ പരിപാടികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷത്തിനുള്ള പരിപാടികളാണ്. ഓരോ കേന്ദ്രങ്ങളിലും ആഘോഷത്തിനുള്ള പരിപാടികളാണ്. മധുര പലഹാര വിതരണവും പലതരത്തിലുള്ള ദീപാവലിക്ക് സമാനമായ രീതിയിലുള്ള ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത്. ബാൻഡ് മേളവും പലതരത്തിലുള്ള സൈക്കിൾ റാലി അങ്ങനെയൊക്കെയുള്ള നിരവധി പരിപാടികളാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്ഥാന ആസ്ഥാനത്തും ഈ രീതിയിലുള്ള ആഘോഷ പരിപാടികളിലേക്ക് കടക്കും. പക്ഷേ ഇപ്പോൾ നേതാക്കന്മാരൊക്കെയുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് ഇപ്പോഴും കാണാം, നേതാക്കന്മാർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആഘോഷം. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അക്കൌണ്ട് തുറക്കുക എന്നതായിരുന്നു ബിജെപിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് സാധ്യമായിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമൊക്കെ വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പറ്റിയിരിക്കുന്നു. ഏതാണ്ട് വിജയത്തിനോട് സമാനമായ നിലയിൽ തന്നെയുള്ള മത്സരമാണ് തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായാലും ആലപ്പുഴയിലായാലും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ വോട്ട് വിഹിതം ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ബിജെപി പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. മാത്രവുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കുന്നു. അവിടെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് മൂന്നാം തവണയും ബിജെപി പ്രധാനമന്ത്രി എത്തുന്നു എന്ന നിലയിലൊക്കെ വലിയ പ്രാധാന്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് കാണുന്നു ബിജെപി പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അവർ വലിയ ആവേശത്തിലാണ്. കേരളത്തിൽ ഇന്ന് ഒന്നും അസാധ്യമല്ല എന്നതാണ് അവരെ ഇത്രയധികം സന്തോഷത്തിലാക്കുന്നത്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ സാധ്യതകൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരിഗണന കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിന് നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജോർജ് കുര്യനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നത് തന്നെ വലിയ നിർണായകമായ ഒരു തീരുമാനമാണ്. ക്രൈസ്തവ സമൂഹം തങ്ങളോട് അടുക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടു തന്നെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്കൊക്കെ നേതൃത്വം പോകുന്നത്. എന്തായാലും വലിയ ആഘോഷത്തിൽ ഇവിടം മാറുകയാണ്. നമുക്ക് നേതാക്കളോട് തന്നെ ചോദിക്കാം. സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഇവിടെ എത്തുന്നുണ്ട്. വലിയ ആവേശത്തിലാണല്ലേ? വലിയ ആവേശത്തിലാണ് സംസ്ഥാനം ഒട്ടാകെ. ഈ ജില്ലയിലും എല്ലാവരും വളരെ ആഘോഷത്തിലാണ്, ആവേശത്തിലാണ്. നമ്മൾ എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിലും, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രഥമമായ ഘടകം ബൂത്താണ്. ബൂത്തുകളിലെല്ലാം പായസം വയ്ക്കുക, വലിയ TV സ്ക്രീനിൽ പരസ്യമായ ആളുകളെ, എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു ചേർത്ത് കാണിക്കുക, പൊതുയോഗങ്ങൾ കഴിയുന്നത്ര ചെറിയ ചെറിയ യോഗങ്ങൾ സംഘടിപ്പിക്കുക. അങ്ങനെ നാട്ടിലെ എല്ലാ പ്രദേശത്തെയും സർവ്വ ബൂത്തുകളിലും ആളുകൾ കൂടുകയും നമ്മളിത് ആഘോഷിക്കുകയും ചെയ്യും. തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വിഷയം തന്നെ. ഞങ്ങളെ സംബന്ധിച്ച്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ആ അന്തരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ 1947 ആദ്യ തെരഞ്ഞെടുപ്പല്ലാതെ 52, 57 അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വന്നതുപോലെ അല്ല 2024 നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട വരവ്. ഇത് വാസ്തവത്തിൽ രാജ്യവും ലോകവുമെല്ലാം നരേന്ദ്രമോദി മൂന്നാം പ്രാവശ്യം വരരുത് എന്ന തിട്ടൂരമിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വിഷയം നമ്മൾ നാട്ടിൽ മനസ്സിലാകും. ഞങ്ങൾ പത്രക്കാർ പോലും, പല പത്രക്കാരും സ്കൂപ്പുകളും കഥകളുമെല്ലാം നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട്, ഈ BJPയുടെ ഗവൺമെന്റിനെതിരായിട്ട്, UPയിലെ വിഷയങ്ങളായിട്ട്, കൊച്ചു കൊച്ചു വിഷയങ്ങളെല്ലാം എതിരായി കാണിച്ചു. പക്ഷെ വളരെ ശക്തമായ ജനമുന്നേറ്റം നമ്മൾക്കുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറി വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും എന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാറി NDA ഒരു മൂന്നാം, ഞങ്ങൾ ഈ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും തൊട്ടടുത്ത ഏതാണ്ട് വളരെ കടുത്ത മത്സരമായിരുന്നു. ചെറിയ അൺഫോർച്ചുനേറ്റ്, ചെറിയ ദൗർഭാഗ്യം കൊണ്ട്, ചെറിയ വോട്ടുകളുടെ വ്യത്യാസം കൊണ്ടാണ്. അത് ക്രോസ് വോട്ടിംഗ് ഒക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. അവസാനം രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ CPIMന്റെ ആളുകളെല്ലാം കോൺഗ്രസിന്, ശശിക്ക് വോട്ട് ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അത്തരം വോട്ടുകൾ പാറ്റേൺ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച 1 ലക്ഷം വോട്ടിന്റെ കൂടുതൽ ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത്. കേരളം മൊത്തത്തിൽ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഒരു മൂന്നാം മുന്നണി NDA കേരളത്തിലേക്ക് 2025 പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പവറിലേക്ക് വരാനുള്ള വളരെ ആ രീതിയിൽ വലിയ ആവേശം നൽകുന്നതാണോ BJP പ്രവർത്തനം? സന്തോഷമാണ്.